ഹായ് ഹലോ നമസ്കാരം. മമതാസ് മൾട്ടിക്കോർട്ടിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ടേസ്റ്റി ആയിട്ടൊരു പാൽപ്പൂരി ഉണ്ടാക്കിയെടുത്താലോ? അതിലേക്ക് ഞാനൊരു 300 മില്ലി പാലെടുത്തിട്ട് ചൂടാകാൻ വെച്ചിരിക്കുകയാണ്. രാവിലെ പൂരി ഉണ്ടാക്കിയതിൽ കുറച്ച് ബാക്കി വന്നു, അപ്പോൾ അത് കളയാതെ നമുക്ക് പാൽപ്പൂരി ഉണ്ടാക്കിയെടുക്കാം. പുതിയ പൂരി ഉണ്ടാക്കിയെടുക്കാം. ഇത് ബാക്കി വന്നതുകൊണ്ട് ഞാൻ ചെയ്യുന്നേ ഉള്ളൂ. കുറച്ച് പാല് ചെറുതായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇത് കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ള പാലിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം ആവശ്യാനുസരണം ചേർക്കാം കേട്ടോ. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ 2 ടേബിൾ സ്പൂണൊക്കെ ചേർക്കാം. പാല് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ മാറ്റി വെച്ച പാലിലേക്ക്, ചെറു ചൂടുള്ള പാലിലേക്ക് കസ്റ്റാർഡ് മിക്സ് ചേർത്ത് കൊടുക്കാം. വാനില കസ്റ്റാർഡാണ് 2 ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവരവർക്ക് എത്രയാണോ തിക്നെസ് വേണ്ടത് അതനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. എനിക്ക് ഇത്രയും മതിയാകും, അതുകൊണ്ട് ഇത് ചേർക്കുന്നു. അത് നമുക്ക് മാറ്റി വയ്ക്കാം. പാലൊന്ന് തിളച്ച് വരട്ടെ. പാല് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന കസ്റ്റാർഡ് പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഒരു 2 മിനിറ്റ് പാലൊന്ന് തിളച്ചൊന്ന് പറ്റിക്കോട്ടെ. അതിലേക്ക് നമ്മൾ കസ്റ്റാർഡ് മിക്സ് ചേർത്ത് കൊടുത്തു, നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചു. ഒരു കൈ കൊണ്ട് കസ്റ്റാർഡ് ഒഴിക്കുന്ന സമയത്ത് തന്നെ മറ്റേ കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം പാല്. സാധാരണ പാൽപ്പൂരി ഉണ്ടാക്കുന്നത് പാല് കുറുക്കി എടുത്തിട്ടാണ്. ഇതിപ്പോൾ എളുപ്പപ്പണിയാണേ, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. പാലൊന്ന് 2 മിനിറ്റ് കൂടെ തിളച്ചിട്ട് ഒന്ന് കുറുകി വരട്ടെ. ഏലക്കാപ്പൊടി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നട്ട്സോ ഫ്രൂട്ട്സോ ഡ്രൈ ഫ്രൂട്ട്സോ എന്ത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് സൺഫ്ലവർ സീഡ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ചേർക്കുന്നുണ്ട് 2 ടേബിൾ സ്പൂൺ. അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ പംകിൻ സീഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 5 ബദാം എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് നുറുക്കിയത്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്തിട്ട് 2 മിനിറ്റ് നമുക്ക് ഒന്ന് വറ്റിച്ചെടുക്കണം പാല്. കണ്ടോ, കസ്റ്റർഡ് നന്നായിട്ട് പാലിൻ്റെ കൂടെ ചേർന്നിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും കൺസിസ്റ്റൻസി മതിയാകും. കട്ടി കൂടുതൽ വേണമെങ്കിൽ നമുക്ക് കൂടുതൽ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് പൂരി സെറ്റ് ചെയ്യാം. ബാക്കി വന്ന പൂരി ഞാൻ 2 പാത്രത്തിലായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കഴിക്കാൻ നേരത്ത് മാത്രമേ കസ്റ്റാർഡ് മിക്സ് ഇതിൻ്റെ പുറത്ത് ഒഴിച്ചു കൊടുക്കാവൂ, അല്ലെങ്കിൽ വല്ലാതെ കുതിർന്നു പോകും, ടേസ്റ്റ് മാറിപ്പോവും. പൂരി എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. ഇതിലേക്ക് ചൂട് കസ്റ്റാർഡ് മിക്സ് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഉടനെ തന്നെ കഴിക്കാം. അതിൻ്റെ മുകളിലായിട്ട് ഒരു പൂരിയും കൂടെ വെച്ച് കൊടുക്കാം. നമുക്ക് എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ സെർവ് ചെയ്യാം കേട്ടോ. പൂരി വെച്ച് കൊടുത്തു, അതിൻ്റെ പുറത്ത് വീണ്ടും കസ്റ്റാർഡ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പൂരിയുടെ പുറത്തുകൂടെ മിൽക്ക് മിക്സ് ഒഴിച്ചു കൊടുക്കാം. മിൽക്ക് കസ്റ്റാർഡ് മിക്സ് ഒഴിച്ചു കൊടുക്കാം. ആവശ്യാനുസരണം ചേർക്കാം കേട്ടോ. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം ഉറപ്പായിട്ടും പറയണം കേട്ടോ. ഞാൻ എന്തായാലും കുറച്ച് കഴിച്ചു നോക്കാൻ പോവാണ്. ഒരു പീസ് എടുത്തിട്ട് പാലിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഞാനൊന്ന് കഴിച്ചു നോക്കുവാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്യണം. പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ബെല്ലൈക്കൺ കാണും, അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ എന്ന ഓപ്ഷൻ വരും, അതും കൂടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിടുന്ന വീഡിയോസ് ഉടനുടനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇനി ഇതുപോലെ നല്ല ഒരു ഐറ്റമായിട്ട് കാണുന്നത് വരെ നന്ദി, നമസ്കാരം.